ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത് കുറച്ച് റവ എടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ് അടുപ്പിച്ച്, 1 കപ്പിന് അടുപ്പിച്ച് റവ എടുത്തിട്ടുണ്ട്. ഇന്ന് റവ വെച്ച് നമുക്ക് പുട്ടുണ്ടാക്കാം. നല്ല സോഫ്റ്റായ പുട്ട് തയ്യാറാക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം, എന്ന് വെച്ച് വറുത്തെടുക്കാം റവയൊന്ന്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി റവ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ച് ഇളക്കി കൊടുക്കണം. റവ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ചൂടായി കഴിഞ്ഞു. ഇതൊന്ന് അണച്ചു വയ്ക്കാം. തീ നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ചൂടാണ്, ഇത് തണുക്കട്ടെ. ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിത് ഇളക്കിയെടുക്കാം. ചെറിയതായിട്ട് പുട്ടിന് നനയ്ക്കുന്ന മാതിരി നനയ്ക്കണം. നമുക്ക് കൈ വെച്ച് ഇളക്കാൻ പറ്റത്തില്ല, നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കാൻ പറ്റും. പുട്ടിനായതുകൊണ്ട് അതിൻ്റെ സാധാ പുട്ട് നനയ്ക്കുന്നതിൻ്റെ ആ പരുവത്തിൽ നനച്ചെടുത്താൽ മതി. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തണുത്ത് ചൂടങ്ങ് മാറി. ഇനി കൈ വെച്ച് നമുക്ക് ഞൊടി കൊടുക്കാം. കട്ട പിടിച്ചേക്കുന്നതിന് ഇങ്ങനെ പൊടിച്ചെടുക്കാം. പൊടിച്ച് വെച്ച് ഇനി നമുക്ക് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാം. ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്നതിന് അതിന് വേണ്ടുള്ള എടുത്ത് വെച്ച് നമുക്ക് പുഴുങ്ങാം. തേങ്ങ ഇട്ട് കൊടുക്കാം. അടുപ്പയിലൊക്കെ വെച്ച് ഇങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ചില്ലെടുത്ത് മാറ്റാം. ഇച്ചിരി ഉടഞ്ഞു പോയി, കുഴപ്പമില്ല. എൻ്റെ കൂടെ കഴിക്കാൻ മാമ്പഴം ഉപയോഗിക്കുന്നു. മാങ്ങ എന്നുവെച്ചാൽ 3 വലിയ മാങ്ങ ഇച്ചിരിഞ്ഞ് ഉടഞ്ഞു പോയതാ, കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. എൻ്റെ കൂടെ കഴിക്കുന്നത് മാമ്പഴമാണ്. മാങ്ങ വ്യത്യാസിച്ചത് മാമ്പഴം കഴിക്കുന്നത്. മാമ്പഴവും റവ പുട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം.